പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫയബിൾ ഡിസീസിന്റെ പട്ടികയിലുൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പാമ്പുകടിയേറ്റുള്ള മരണങ്ങളിൽ 50% ഇന്ത്യയിലാണെന്നതിനാൽ ഇത് കുറയ്ക്കുകയാണ് ലക്ഷ്യം. പകർച്ചവ്യാധിക്ക് സമാനമായി വിവരശേഖരണം നടത്തി അധികൃതർക്ക് കൈമാറണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഇന്ത്യയിൽ ഒരു വർഷം 30 ലക്ഷത്തിലേറെ പേർക്ക് കടിയേൽക്കുന്നുണ്ടെന്നും 50,000-ലേറെ പേർ മരിക്കുന്നുണ്ടെന്നുമാണ് കണക്കുകൾ. രാജ്യത്ത് 300-ലധികം പാമ്പുവർഗ്ഗങ്ങളാണുള്ളത്. ഇതിൽ കൊടും വിഷമുള്ള 66 ഇനം പാമ്പുകളുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ മിക്ക കേസുകളും അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചുരുട്ടമണ്ഡലി എന്നിവരുടെ കടിയേറ്റതാണ്. ഇന്ത്യയിൽ 90% പാമ്പുകടി മരണങ്ങൾക്കും കാരണമാകുന്നത് ഈ 4 ഇനങ്ങളാണ്. പാമ്പുകടി ഏറ്റുള്ളതോ പാമ്പുകടി ഏൽക്കാൻ സാധ്യതയുള്ളതോ ആയ മരണങ്ങളും പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങളും ഇനി മുതൽ നിയമപ്രകാരം സർക്കാരിനെ അറിയിക്കണം. സർക്കാർ, സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും പാമ്പുകടി കേസുകൾ നിർബന്ധമായും ഈ മാതൃകയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. നവംബർ 27-ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിലാണ് പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫയബിൾ ഡിസീസ് ആക്കുന്നതായി വിവരമുള്ളത്. പാമ്പുകടി മരണങ്ങൾക്ക് ആവശ്യ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ പാമ്പുകടി ഏൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കാനും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഉത്തരവ് ഇപ്പോഴാണ് എത്തിയതെങ്കിലും കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാമ്പുകടി നേരത്തെ തന്നെ ഈ പട്ടികയിലുണ്ട്. 2030ഓടെ പാമ്പുകടി ഏറ്റുള്ള മരണനിരക്ക് കുറയ്ക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇതിൽ ഇന്ത്യയും ഭാഗമായിരുന്നു. പദ്ധതിയിലൂടെ പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ ചെലുത്താനാവുമെന്നും ഇതുവഴി മരണനിരക്ക് കുറയ്ക്കാനാവുമെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാഹുൽ ഗാജ്ബെ പറയുന്നു. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകുന്നത് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിനും ഉപയോഗപ്പെടുത്തുമെന്ന് ICMR മുൻ ഡയറക്ടർ ഡോക്ടർ സ്മിത മഹാലെ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ സർവ്വസാധാരണമായിട്ടും ഏറെ അവഗണിക്കപ്പെട്ട ഒന്നാണ് പാമ്പുകടിയേറ്റുള്ള വിഷബാധയെന്നും പുതിയ തീരുമാനം വഴി ഈ മരണങ്ങളിൽ ശ്രദ്ധ ചെലുത്താനാവുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു.